ഹലോ, ഇന്നുണ്ടല്ലോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്നൊരു വീഡിയോ ആണ്. ചെറുതായിട്ട് കുക്ക് ചെയ്യുന്ന സാധനം കൂടെ കാണിച്ചിട്ട് ചെറിയ ഷോർട്സ് ആയിട്ട് ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ പറഞ്ഞു പിടിച്ച് വന്നപ്പോഴത്തേന് ഇത് ഫുൾ വീഡിയോ വേണം. ഇനി വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് ചെയ്യാറുണ്ട്, അത് പുറകെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഗ്ലാസ് വാട്ടർ വെച്ചിട്ടാണ്. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. ഞാനിതിൽ ഒരു പിഞ്ച് സോൾട്ടും ഇടും, ഒരു ഇത്തിരി നാരങ്ങ പിഴിഞ്ഞൊഴിക്കും. നാരങ്ങ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ, ഇതിൽ ഏതൊരു ഒരു സാധനം മാറി മാറി എടുക്കുക ചെയ്യാം. എനിക്ക് ആ ഒരു ഡീഹൈഡ്രേറ്റഡ് ഫീലിംഗ് രാവിലെ മാറി നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 200 ml വാട്ടറുണ്ട്. ഇത് കുടിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കോഫി കുടിക്കുക. കോഫിയും വെള്ളമൊക്കെ ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്യും, പക്ഷേ ആദ്യം ഈ വെള്ളം കുടിക്കും. രാവിലത്തെ കോഫി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കോഫിയാണ് ഉണ്ടാക്കുക. പാലൊഴിക്കില്ല, പകരം നമ്മുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഫി പൗഡർ. ഇതിപ്പം ആ പൗഡറിൻ്റെ ടിൻ തീർന്നുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കമത്തിയതാണ്. നമ്മുടെ ആവശ്യത്തിനൊരു കടുപ്പമുണ്ടല്ലോ, അതിലെടുക്കാം. വെള്ളം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറ്റു സാധനങ്ങളൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊളാജൻ പൗഡർ ഇതിനകത്തിടും കേട്ടോ എൻ്റെ കോഫിയിൽ. അപ്പോൾ രാവിലെ എനിക്ക് ആ ഒരു കൊളാജൻ ഇൻടേക്കും ആകും. കോഫിക്ക് ഇതൊരു റിച്വൽ പോലെയാണ്. എനിക്കത് ഭയങ്കര എന്താ പറയുക, ഞാനങ്ങ് എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഉണ്ടാക്കലും ഈ കുടിക്കലും ഒക്കെ. കാരണം ഇതിങ്ങനെ പതഞ്ഞ് വരുന്നതൊക്കെ തന്നെ എനിക്ക് അതൊരു ഭയങ്കര ഒരു സൂത്തനിങ് റെഗുലേറ്റിംഗ് ആണ്. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഒരു മണ്ടെയിൻ എല്ലാ ദിവസവും ചെയ്യുന്ന ടാസ്കിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഈ ഒരു കോഫി രാവിലെ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കിന്. പാലോ ക്രീമോ ഒക്കെ ഒഴിക്കാം, പക്ഷെ ഞാനിതിനകത്ത് ആ കൊളാജൻ ഇടുന്നത് അതിന് ടേസ്റ്റ് ഇല്ല കേട്ടോ. കൊളാജന് പൗഡറിന് അതിൽ 10 grams പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 110 grams പ്രോട്ടീൻ ഈ ദിവസങ്ങളിൽ ഈ വീക്ക്ലി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും കേട്ടോ, ബേസ്ഡ് ഓൺ മൈ എക്സസൈസ്. എൻ്റെ ട്രെയിനർ അപ്പോൾ അതനുസരിച്ച് എടുക്കണം. അപ്പോൾ ഇത് വൈറ്റൽ പ്രോട്ടീൻസാണ്. 10 grams ഉണ്ട്. ബ്രൂവിൻ്റെ കോഫിയാണ്, നമ്മുടെ ഇന്ത്യൻ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുള്ള ആ ഒരു പൗഡറാണ്. ഞാൻ കുറച്ച് സ്വീറ്റ്നർ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്വീറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. ഇതിനിടയ്ക്ക് ഞാൻ പിള്ളേർക്ക് പുട്ടും കടലയും മുട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു അമ്മമാരാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നമുക്ക് മാത്രം ഇനി ഹെൽത്ത് നോക്കി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ ചെറിയ പിള്ളേർക്ക് അവർക്ക് അത്യാവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്സ് അന്നജമൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫുഡ് അവരിൽ ഫോഴ്സ് ചെയ്യാറില്ല. 1 കപ്പ് സ്പിനാച്ച്, ബേബി സ്പിനാച്ചാണ് അത്. ആ ബട്ടറാണ് കേട്ടോ. ഞാൻ ആ ബട്ടർ ഒന്ന് ചൂടായപ്പം ബേബി സ്പിനാച്ച് ഇട്ടിട്ട്, ഇത് നമ്മൾ തോരനൊന്നും വെക്കുകയല്ല, ജസ്റ്റ് അതിൻ്റെ ഒന്ന് വഴങ്ങി വന്നാൽ മതി. ഇത്തിരി ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ, വേറൊന്നും ഇടണ്ട, ഒരു മസാല ഇടണ്ട. ഈ ഫുഡൊക്കെ ഭയങ്കര ബ്ലാൻഡ് ഫുഡാണല്ലോ, കൊള്ളത്തില്ല, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ട്രാവൽ ചെയ്ത് പുറത്തൊക്കെ പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വലിയ റീൽസായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കി തിന്നുമ്പോൾ അയ്യോ നമുക്ക് പുട്ടും ഇഡ്ഡലി മാത്രമേ ഇറങ്ങുള്ളൂ, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ തീരെ മൈൻഡ് ചെയ്യരുത്, അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കാം. എന്തായാലും എല്ലാ ഫുഡിലും എന്തെങ്കിലും ഒരു ഫൈബർ ഉള്ളത്, പ്രോട്ടീനും ഫൈബറും മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് ചീര ഇങ്ങനെ സോട്ടേ ചെയ്തു, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. ആ പാത്രത്തിൽ തന്നെ 2 ഫുൾ എഗ്ഗാണ് എനിക്ക്. 2 ഫുൾ എഗ്, ഇതിലൊരു 16 grams പ്രോട്ടീൻ വരും 2 എഗ്ഗിൽ. ഇനി പ്രോട്ടീൻ കൂടണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റും കൂടെ ഒക്കെ ആഡ് ചെയ്യാം, പക്ഷേ വേണ്ട, എനിക്ക് 105 ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ എക്സ്ട്രാ എഗ് വൈറ്റ്സ് ആഡ് ചെയ്യേണ്ട. ഇതിൻ്റെ മേളിൽ ഞാൻ ഇത്തിരി ഫ്ലേക്ഡ് ചില്ലി ഉണ്ടല്ലോ, അതും ഉപ്പും ഇട്ടു. ഇത് നല്ല ഫില്ലിംഗ് ആണ്. ആലോചിച്ച് നോക്കിയാൽ ഇത് നമുക്ക് ഭയങ്കര ഹെൽത്തിനെ ഇതാക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. ഞാൻ ഈ എഗ്ഗ് ഒന്ന് പൊട്ടാണ്ട് എങ്ങനെ തിരിച്ചിടും എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ്, പക്ഷെ നടക്കില്ല. പക്ഷെ നമ്മളങ്ങനെ പരാജയപ്പെട്ട് പിന്മാറില്ലല്ലോ. ബാക്കി ഞാൻ ആ ചീരയുടെ ഇതൊക്കെ വെച്ചിട്ട് ആ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, കാരണം കഴിക്കാൻ എടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇനി ഞാൻ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് പറയാവേ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് യൂണിഫോം പോലെയാണ്. 2 എഗ്ഗ് എന്തായാലും ഉണ്ടാകും, അത് പൊരിച്ചതോ വറുത്തതോ സ്ക്രാമ്പിളോ ഹാർഡ് ബോയിലോ പോച്ച് ചെയ്തതോ ഒക്കെ ആവാം. അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനങ്ങളാണ് മാറുക. നമുക്ക് സ്പിനാച്ച് ഇങ്ങനെ സോട്ടേ ചെയ്യാം, ഗ്രീൻ പെപ്പർ ചെയ്യാം, അതല്ലെങ്കിൽ
ഇതിൻ്റെ കൂട്ടത്തിൽ അവക്കാഡോ ആഡ് ചെയ്യാം, സെലറി സ്റ്റിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഫൈബറിനോ. ഇപ്പം അവക്കാഡോ ഒക്കെ ആണെങ്കിൽ കാലറി കൂടും, അത് നോക്കിയിട്ട് വേണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അതാ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത്ര തന്നെ ഞാൻ കഴിക്കുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ചില ദിവസങ്ങളിൽ ഞാൻ എക്സ്ട്രാ കോഫി ഉണ്ടാക്കി കുടിക്കും. സപ്ലിമെൻറ്റ്സ് ദിവസവും കഴിക്കുന്ന സപ്ലിമെൻ്റാണ് വൈറ്റമിൻ D3, K2 D3 കോമ്പിനേഷൻ, ഒമേഗ 3യും. ഇത് രണ്ടും ദിവസവും ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാറുണ്ട്. അതൊരു ഹാബിറ്റിൻ്റെ പാർട്ടായിട്ടുണ്ട്. വർക്കിന് പോയാലും ലീവാണെങ്കിലും വെക്കേഷൻ ആണെങ്കിലും അത് ചെയ്യും. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കാര്യം നോക്കാമേ. ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ഒരു ബൗൾ ഈ രാജ്മ ഉണ്ടല്ലോ, ചോറൊന്നും ഇല്ലാണ്ട് രാജ്മ ഒരു ബൗള് സൂപ്പ് പോലെ ആക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ സൂപ്പ് പോലെ ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മസാല കുറച്ച് നമ്മുടെ കറി സൂപ്പാക്കാം, കറി പോലെ ആക്കാം, എന്നിട്ട് അതൊരു ബൗള് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ, നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു രാജ്മ കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10:30 ഈ സമയത്ത് ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഈ പ്രീമിയർ പ്രോട്ടീൻ്റെ വെനില ഷേക്ക്, ഇതിനകത്ത് 1 ഗ്രാം ഷുഗറും 30 ഗ്രാംസ് പ്രോട്ടീനുമാണ് ഉള്ളത്. എന്നിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വർക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ രാജ്മ, ഈ ഒരു ബൗൾ രാജ്മയാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. എനിക്കത് നല്ല ഫില്ലിംഗ് ആയിരുന്നു, വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ വൈകിട്ടത്തേക്ക് ഞാൻ ചിക്കൻ തൈസാണ്, ഇത് ബോൺലെസ്, അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ റെഡിയാവുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഇങ്ങനെ സ്ലൈസ്ഡ് ആയിട്ടുള്ള മൾട്ടി കളർ ആയിട്ടുള്ള പെപ്പർ നമുക്ക് മേടിക്കാൻ കിട്ടും. കുറച്ച് ഒലീവ് ഓയിലാണ് ഞാനിത് സോട്ടേ ചെയ്തെടുക്കുന്നത്. ഉപ്പും കുരുമുളകും അല്ലാണ്ട് വേറെ മസാലയൊന്നും ഇടണ്ട. കാരണം നമ്മളിനകത്ത് ഇത് തോരൻ വെക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര മസാലയൊക്കെ ഇട്ട് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഇഫക്റ്റ് കിട്ടില്ല. 6:49 ആയി. ആക്ച്വലി 6 o'clock കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനിടയ്ക്ക് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വന്നു. പക്ഷേ 7 മണിക്ക് മുമ്പ് എന്തായാലും അത്താഴം കഴിഞ്ഞു. അതിന് ചിക്കനിലും ഉണ്ടായിരുന്നു അത്യാവശ്യം പ്രോട്ടീൻ, ഒരു 30 ഗ്രാംസോളം പ്രോട്ടീൻ ഉണ്ട് അത് മെഷർ ചെയ്യുമ്പോഴത്തേക്കിന്. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചായ കുടിച്ചു, അത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് പാൽ ഒഴിച്ചിട്ട് തന്നെയുള്ള ചായ. പിന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ക്യാമമിൽ ടീ സ്ഥിരമായിട്ട് കുടിക്കും. ഞാനും എൻ്റെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവന് നല്ല സുഖമായിട്ട് ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞാൽ. എൻ്റെ ചെറുതും ഹസ്ബൻഡും ഇങ്ങനത്തെ സംഭവമൊന്നും അവർക്ക് പിടിക്കില്ല, അപ്പോൾ അവർക്ക് വേണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ക്യാമമിൽ ടീ റെഡിയാക്കി. ഞാൻ സാധാരണ ഈ ടീയും പിടിച്ച് കുറച്ച് നേരം ഒന്ന് വായിച്ചിട്ടാണ് അന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്.